ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് നിങ്ങൾ നോട്ട്ബുക്കും പേനയും ഒക്കെ ആയി റെഡിയായിരിക്കണം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ക്ലാസ്സിൽ ആൻസർ ചെയ്യാനുണ്ട്. അതിനെല്ലാവരും തയ്യാറായിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ബേസ് ക്വാണ്ടിറ്റീസ് ഓർ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് there are 7 base quantities or 7 fundamental quantities. ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ പറയുന്നത് 7 ഡയമെൻഷൻസ് ഓഫ് ദ ഫിസിക്കൽ വേൾഡ് എന്നാണ്. ഫിസിക്കൽ വേൾഡിൻ്റെ 7 ഡയമെൻഷൻസ് ആണ് ഈ 7 ബേസ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. അങ്ങനെ പറയുന്നതിൻ്റെ റീസൺ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ കോമ്പിനേഷൻസ് ആണ് ബാക്കി ഫിസിക്കൽ വേൾഡിലുള്ള മുഴുവൻ ക്വാണ്ടിറ്റീസും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ 7 ഡയമെൻഷൻസ് ഓഫ് ദ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ആദ്യം നമ്മൾ കണ്ട ബേസ് ക്വാണ്ടിറ്റി ലെങ്ത് ആണ്. ലെങ്ത് ഹാസ് എ ഡയമെൻഷൻ L, മാസ് ഹാസ് എ ഡയമെൻഷൻ M, ടൈം ഹാസ് എ ഡയമെൻഷൻസ് T, ഇലക്ട്രിക് കറണ്ട് ഹാസ് എ ഡയമെൻഷൻസ് A, thermodynamic temperature has dimensions of K, luminous intensity has a dimension of CD, and finally, amount of substance has dimensions of mole. ഇത്രയും ഡയമെൻഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മറ്റ് ക്വാണ്ടിറ്റീസിനെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വളരെ സിമ്പിളായ ഒരു എക്സാമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഏരിയ എല്ലാവർക്കും അറിയാവുന്ന ക്വാണ്ടിറ്റിയാണ്. ഏരിയ, പരപ്പളവ് എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏരിയ. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, എനിക്കൊരു ക്വാണ്ടിറ്റി കിട്ടുമ്പോൾ, ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി കിട്ടുമ്പോൾ, ആ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയെ ഞാൻ ബേസ് ക്വാണ്ടിറ്റീസിലേക്ക് മാറ്റിയിരുന്നു. അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ ആ ക്വാണ്ടിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഏരിയ നമുക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നെഴുതാം. ഈ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും ആക്ച്വലി അതൊരു ലെങ്ത് തന്നെയല്ലേ. അപ്പോൾ ഏരിയ നമുക്ക് ഒന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഏരിയ ഈക്വൽസ് ലെങ്ത് ഇൻറ്റു ലെങ്ത്. ഓർ സ്ക്രീനിലേക്ക് കാണുക, ഡയമെൻഷൻസ് ഓഫ് ഏരിയ ഈക്വൽസ് L ഇൻറ്റു L, ഓർ ഡയമെൻഷൻസ് ഓഫ് ഏരിയ ഈസ് L സ്ക്വയർ. ഈ L സ്ക്വയറിനെ നമുക്ക് m⁻⁴ L സ്ക്വയർ T⁻�0 എന്ന ഫോമിൽ എഴുതാമല്ലോ. അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ m⁻⁴ L സ്ക്വയർ T⁻�0 നമ്മൾ പറയുന്ന പേര് ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല എന്നാണ്. ഈ ഡയമെൻഷണൽ ഫോർമുലയിൽ 3 പവേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എമ്മിൻ്റെയും എല്ലിൻ്റെയും ടിയുടെയും 3 പവേഴ്സ് കാണാം. ഏതൊക്കെയാണ് പവേഴ്സ് നോക്കി? എമ്മിൻ്റെ പവർ 0 ആണ്, എല്ലിൻ്റെ പവർ 2 ആണ്, ടിയുടെ പവർ 0 ആണ്. ഈ 3 പവേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഏരിയയുടെ ഡയമെൻഷൻസ് എന്ന്. അപ്പോൾ നമുക്ക് പറയാം, ഏരിയ ഹാസ് 0 ഡയമെൻഷൻസ് ഇൻ മാസ്, 2 ഡയമെൻഷൻസ് ഇൻ ലെങ്ത് ആൻഡ് 0 ഡയമെൻഷൻസ് ഇൻ ടി. ഇങ്ങനെയാണ് നമ്മൾ ഡയമെൻഷൻസ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി ഡയമെൻഷൻസ് ഓഫ് ഏരിയ ഈക്വൽസ് m⁻⁴ L സ്ക്വയർ T⁻⁴ എന്നൊരു ഇക്വേഷൻ്റെ ഫോമിലേക്ക് നമ്മൾ എഴുതുമ്പോൾ അതിനെ നമ്മളൊരു ഡയമെൻഷണൽ ഇക്വേഷൻ എന്നും പറയും. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. ഡയമെൻഷൻസ് എന്താണ്, ഡയമെൻഷണൽ ഫോർമുല എന്താണ്, ഡയമെൻഷണൽ ഇക്വേഷൻ എന്താണ്. സോ ദ ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ ദ പവേഴ്സ് ടു വിച്ച് ദ ബേസ് ക്വാണ്ടിറ്റീസ് ആർ റൈസ്ഡ് ടു റെപ്രസെൻറ്റ് ദാറ്റ് ക്വാണ്ടിറ്റി. ഒരു ക്വാണ്ടിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ
ബേസ് ക്വാണ്ടിറ്റിയെ ഏതൊക്കെ പവേഴ്സിലേക്കാണോ നമ്മൾ റൈസ് ചെയ്യേണ്ടത് ആ പവേഴ്സിനെയാണ് ആ പർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫിസിക്കൽ വേൾഡിലുള്ള ഒത്തിരി ക്വാണ്ടിറ്റീസ് നമ്മൾ കൺസിഡർ ചെയ്യും. ഈ ഓരോ ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻസ് കണ്ടെത്തിയിട്ട് ഒരു ഡയമെൻഷണൽ ഫോമുലയാക്കി എഴുതുക എന്നുള്ളതാണ് ഇനി നമ്മുടെ ജോലി. അപ്പോൾ എന്നോടൊപ്പം നിങ്ങൾ കൂടി ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോമുല കണ്ടെത്തി കാണും, അത് ഏരിയയാണ്. ആ റിസൾട്ട് കൂടി ബേസ് ചെയ്തുകൊണ്ട് നമ്മളിനി കൂടുതൽ ക്വാണ്ടിറ്റീസിലേക്ക് പോകുന്നു. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റി വോളിയമാണ്. ഉള്ളളവെന്നോ വ്യാപ്തമോ എന്ന പേരിലോ ഒക്കെ നിങ്ങളിത് പരിചയപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ വോളിയത്തിൻ്റെ ഡയമെൻഷണൽ ഫോമുലയിലേക്ക് നമുക്ക് എത്തണം. ആദ്യം നമുക്ക് വോളിയത്തിനൊരു ഫോമുല എഴുതാം. വോളിയം ഈക്വൽസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇതിൽ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും ഹൈറ്റ് എന്ന് പറഞ്ഞാലും ഒരർത്ഥത്തിൽ ലെങ്ത് തന്നെയാണല്ലോ. സോ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം. എന്നോടൊപ്പം നിങ്ങൾ എഴുതിക്കോളൂ. വോളിയം ഈക്വൽസ് ലെങ്ത് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ലെങ്ത്. എഴുതി. ഡയമെൻഷൻസ് ഓഫ് വോളിയം ഈസ് L into L into L. So dimensions of volume equals L cube. ഇവിടെ നമുക്ക് പറയാം വോളിയം ഹാസ് 0 dimensions in M, 3 dimensions of length and 0 dimensions of T. So the dimensional formula of volume is M raised to 0, L cube, T raised to 0. As a dimensional equation, we can write dimensions of volume equals L cube. ഇങ്ങനെയാണ് നമ്മളൊരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ അല്ലേ ഈ പറഞ്ഞത്? ഇതുപോലെ നമുക്ക് ഒത്തിരി ക്വാണ്ടിറ്റീസിന് ചെയ്യാം. സ്പീഡിൽ എന്നോടൊപ്പം ചെയ്തു വരണം. നെക്സ്റ്റ് ക്വാണ്ടിറ്റി ഡെൻസിറ്റി, സാന്ദ്രത. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡെൻസിറ്റി ഈക്വൽസ് മാസ് ഡിവൈഡഡ് ബൈ വോളിയം. ഇനി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ അറിയില്ല എന്ന് കരുതി അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. ഇപ്പോൾ നിങ്ങൾ എഴുതി വയ്ക്കൂ. ഇക്വേഷൻ ഫോർ ഡെൻസിറ്റി ഈസ് ഡെൻസിറ്റി ഈക്വൽസ് മാസ് ഡിവൈഡഡ് ബൈ വോളിയം. സോ എന്തായിരിക്കും ഡയമെൻഷൻസ് ഓഫ് ഡെൻസിറ്റി? എം ഡിവൈഡഡ് ബൈ വോളിയത്തിൻ്റെ ഡയമെൻഷൻസ് നമ്മളിപ്പോൾ കണ്ടതാണ് എൽ ക്യൂബ്. സോ ഡയമെൻഷൻസ് ഓഫ് ഡെൻസിറ്റി ഈക്വൽസ് എം ഡിവൈഡഡ് ബൈ എൽ ക്യൂബ്. ഓർ ഡയമെൻഷൻസ് ഓഫ് ഡെൻസിറ്റി ഈക്വൽസ് എം എൽ റൈസ് ടു -3. ഇതാണ് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ. ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ? ഇതിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ട് ഒരു പക്ഷേ ഈ ഇക്വേഷൻ അറിയില്ല എന്നുള്ളതായിരിക്കും. ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട. ഈ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഡയമെൻഷണൽ ഫോമുലയിലേക്ക് നിങ്ങൾ എത്തിയാൽ മാത്രം മതിയാകും. അടുത്ത ക്വാണ്ടിറ്റി ചെയ്യാം. റിലേറ്റീവ് ഡെൻസിറ്റി, ആപേക്ഷിക സാന്ദ്രത എന്നാണ് നിങ്ങൾ മലയാളത്തിൽ ഇതിനെ പഠിച്ചിട്ടുള്ളത്. റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി അറിയാത്തവർക്ക് ഞാൻ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ തരാം. എഴുതിക്കോളൂ. റിലേറ്റീവ് ഡെൻസിറ്റി ഈക്വൽസ് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഒരു സബ്സ്റ്റൻസ് വാട്ടറിൻ്റെ ഡെൻസിറ്റിയേക്കാളും എത്ര മടങ്ങ് ഡെൻസറാണ് എന്ന് പറയുന്ന ഒരു നമ്പറിനെയാണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. തൽക്കാലം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നമുക്കതിൻ്റെ ഡയമെൻഷൻസിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കാം. So relative density equals density of substance divided by density of water. ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും ഡയമെൻഷൻസ് കൊടുത്ത് നോക്കൂ. എന്താ കിട്ടുന്നതെന്ന് നോക്കി. എം എൽ റൈസ് ടു -3 ഡിവൈഡഡ് ബൈ എം എൽ റൈസ് ടു -3. അത് ക്യാൻസൽ ചെയ്യുമല്ലോ. ക്യാൻസൽ ചെയ്തിട്ട് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1. 1 മീൻസ് എം റൈസ് ടു 0, എൽ റൈസ് ടു 0, ടി റൈസ് ടു 0. ദാറ്റ് മീൻസ് relative density has no dimensions in M, L and T. അതുകൊണ്ട് നമുക്ക് പറയാം റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ഡയമെൻഷൻലെസ് ആയിട്ട് ഇനിയും നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ക്വാണ്ടിറ്റീസ് കിട്ടും. ആ കിട്ടുന്ന ക്വാണ്ടിറ്റീസ് ഓർത്തു വയ്ക്കുക. ആദ്യം നമ്മൾ പറഞ്ഞ ഡയമെൻഷൻലെസ് ആയ ക്വാണ്ടിറ്റി റിലേറ്റീവ് ഡെൻസിറ്റിയാണ്. ചെയ്തോ? എനിക്ക് അടുത്ത ക്വാണ്ടിറ്റിയിലേക്ക് പോകാമല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഞാൻ ഇനി പറയുന്നത്, സ്പീഡ്. ചെയ്തു നോക്കി, നിങ്ങൾ തനിയെ ചെയ്തു നോക്കൂ. എന്താ സ്പീഡിൻ്റെ ഇക്വേഷൻ? എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. സിംപ്ലിഫൈ ചെയ്ത് നോക്കൂ.
ഡിസ്റ്റൻസിന് പകരം ഏതെങ്കിലും ബേസ് ക്വാണ്ടിറ്റി എഴുതാൻ പറ്റുമോ? സോ സ്പീഡ് ബിക്കംസ് ലെങ്ത് ബൈ ടൈം. സോ ഡയമെൻഷൻസ് ഓഫ് സ്പീഡ് ഈക്വൽസ് L by T, or dimensions of speed equals Lt raised to -1. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. നമുക്ക് ഇതുപോലെയുള്ള ഒരു അടുത്ത ക്വാണ്ടിറ്റി നോക്കാം, വെലോസിറ്റി. വെലോസിറ്റിയുടെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. വെലോസിറ്റി ഈക്വൽസ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് യു ക്യാൻ റൈറ്റ് length. So velocity equals length by time. So dimensions of velocity is L by T. Again you are getting Lt raised to -1. ഇപ്പോൾ അവസാനം നമ്മൾ ചെയ്ത രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് ഒന്ന് നോക്കി, എന്തെങ്കിലും സിമിലാരിറ്റി കാണുന്നുണ്ടോ എന്ന് നോക്ക്. അതെ, ബോത്ത് ഓഫ് ദം ആർ ഹാവിങ് സെയിം ഡയമെൻഷൻ. അടുത്ത ക്വാണ്ടിറ്റി നോക്കിയാലോ? എഴുതിക്കോളൂ. ആക്സിലറേഷൻ. സ്ക്രീനിൽ നോക്കി എഴുതണം. ആക്സിലറേഷൻ, ത്വരണം എന്നാണ് നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടാവുക. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താ? അതിൻ്റെ ഡെഫിനിഷൻ തന്നെ അങ്ങനെയാണ്. ആക്സിലറേഷൻ ഈക്വൽസ് വെലോസിറ്റി ബൈ ടൈം. സിംപ്ലിഫൈ ചെയ്യൂ. വെലോസിറ്റിക്ക് പകരം അതിൻ്റെ ഡയമെൻഷൻസ് കൊടുത്ത് ഇപ്പോൾ തൊട്ട് മുമ്പിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്തായിരുന്നു? Lt raised to -1. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സോ Lt raised to -1 ഡിവൈഡഡ് ബൈ T. ആ ഡിനോമിനേറ്ററിലെ ടിയും കൂടി ന്യൂമറേറ്ററിലേക്ക് മാറ്റി എഴുതും. Lt raised to -1 into again T raised to -1. So you will get Lt raised to -2. So we can say dimensions of acceleration is Lt raised to -2. ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യം ഉണ്ടായിരുന്ന ആ ബുദ്ധിമുട്ട് മാറിയിട്ടുണ്ടാവുമല്ലോ. ഇനി അല്പം കൂടി സ്പീഡിൽ നമുക്ക് പുതിയ പുതിയ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഫോം ചെയ്യാം. നെക്സ്റ്റ് ക്വാണ്ടിറ്റി ഫോഴ്സ്, ബലം. ഫോഴ്സിൻ്റെ ഇക്വേഷൻ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഇക്വേഷനാണ് F ഈക്വൽസ് ma. സോ ഫോഴ്സ് ഈക്വൽസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ചെയ്തോളൂ, ബാക്കി ചെയ്തോളൂ. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. Lt raised to -2. So dimensions of force is m into Lt raised to -2. It becomes mLt raised to -2. This is the dimensional formula of force. ഇതുമായി ഫോഴ്സുമായി ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. വർക്ക്. എഴുതൂ. വർക്ക്, പ്രവൃത്തി എന്ന പേരിലായിരിക്കും നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത്. വർക്ക്. എന്തായിരുന്നു വർക്കിൻ്റെ ഇക്വേഷൻ? ഓർക്കുന്നുണ്ടോ? വർക്ക് ഈക്വൽസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ഇക്വേഷൻ അറിയാത്തവർക്ക് ഒരു പ്രശ്നവുമില്ല. നമ്മളിപ്പോൾ ഇക്വേഷൻ പറഞ്ഞു തരും. നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു ഇക്വേഷൻ കിട്ടിയാൽ ആ ഇക്വേഷനിൽ നിന്നും അതിൻ്റെ ഡയമെൻഷൻസ് കണ്ടെത്താൻ മാത്രമാണ്. അല്ലാതെ ഈ പറയുന്ന ഇക്വേഷൻസ് ഒക്കെ ബൈഹാർട്ട് ചെയ്ത് വയ്ക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. സോ വർക്ക് ഈക്വൽസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ തൊട്ട് മുകളിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. Lt raised to -2 into ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റും ഒരു ലെങ്ത് തന്നെയാണല്ലോ. So it becomes mLt raised to -2 into L. So dimensions of work is mL square t raised to -2. Okay. അടുത്ത ക്വാണ്ടിറ്റിയിലേക്ക് പോകാം. പവർ. ഇക്വേഷൻ ഞാൻ തരാം. പവർ ഈക്വൽസ് വർക്ക് ബൈ ടൈം. ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. വർക്കിൻ്റെ ഡയമെൻഷൻ നിങ്ങളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. ആ കിട്ടിയ ഡയമെൻഷൻ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് പവറിൻ്റെ ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. എന്താ ആൻസർ വരുന്നു നോക്കൂ. പെട്ടെന്ന് നോക്കി. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ mL square t raised to -3 എന്നായിരിക്കും. ഇതാണ് പവറിൻ്റെ ഡയമെൻഷൻ. അടുത്ത ക്വാണ്ടിറ്റി, അടുത്ത വളരെ പരിചയമുള്ള സിമ്പിളായ ഒരു ക്വാണ്ടിറ്റി മൊമെൻറ്റം. മൊമെൻറ്റം ഇക്വേഷൻ എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് ഇൻറ്റു വെലോസിറ്റി. രണ്ടിൻ്റെയും ഡയമെൻഷൻസ് നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും.
ആൻസർ എന്താ കിട്ടിയത്? എം എൽ ടി റൈസ് ടു -1 മൊമെൻറ്റം. നെക്സ്റ്റ് ആംഗുലാർ മൊമെൻറ്റം. നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ക്വാണ്ടിറ്റിയാണ് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എഴുതിക്കോളൂ. ആംഗുലാർ മൊമെൻറ്റം ഈക്വൽസ് മൊമെൻറ്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആംഗുലാർ മൊമെൻറ്റം മൊമെൻറ്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഡയമെൻഷൻസ് എഴുതി നോക്കൂ. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എം എൽ സ്ക്വയർ ടി റൈസ് ടു -1 എന്നായിരിക്കും. അടുത്ത ക്വാണ്ടിറ്റി എഴുതി. ഇമ്പൾസ്. ആവേഗം എന്നാണ് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവുക. ഇമ്പൾസ്. ഇമ്പൾസ് ഈക്വൽസ് ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സ് ഇൻറ്റു ടൈം. ഇതാണ് ഇമ്പൾസ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ അറിയാം. എം എൽ ടി റൈസ് ടു -2 ഇൻറ്റു ടി. സോ ഇറ്റ് ബിക്കംസ് എം എൽ ടി റൈസ് ടു -1. നെക്സ്റ്റ് വൺ, പ്രഷർ. Equation for the pressure is force by area. Dimensions substitute ചെയ്തിട്ട് പ്രഷറിൻ്റെ ഡയമെൻഷൻസ് പറയും, പെട്ടെന്ന് പറയും. ഫോഴ്സ് എം എൽ ടി റൈസ് ടു -2 divided by area L square. So the answer becomes m L raised to -1 T raised to -2. Next quantity, angle. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആംഗിളിൻ്റെ ഒരു ഇക്വേഷൻ കണ്ടിരുന്നു. ആംഗിൾ ഈക്വൽസ് ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ്. ആർക്ക് മീൻസ് ലെങ്ത് ഓഫ് ദി ആർക്ക്. റേഡിയസ് എന്ന് പറയുന്നതും ഒരു ലെങ്ത് ആണ്. അപ്പോൾ ആർക്ക് ബൈ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലെങ്ത് ഡിവൈഡഡ് ബൈ ലെങ്ത്. സോ ഡയമെൻഷൻസ് ഓഫ് ആംഗിൾ ഈസ് L by L means 1 means dimensionless. Next quantity, angular velocity. Angular velocity. Equation for angular velocity is angular velocity equals angle divided by time. ആംഗിളിന് പകരം ഡയമെൻഷൻസ് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? നമുക്കറിയാം ആംഗിളിൻ്റെ ഡയമെൻഷൻ ഇല്ല, അതുകൊണ്ട് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്, പകരം 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. m raised to 0, L raised to 0, T raised to 0 എന്നാണ്, അത് 1 ആണ്. സോ ഇറ്റ് ഈസ് 1 by T or T raised to -1. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ആംഗുലാർ ആക്സിലറേഷൻ. ആംഗുലാർ ആക്സിലറേഷൻ ഈക്വൽസ് ആംഗുലാർ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. സിംപ്ലിഫൈ ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. അതെ, T raised to -2. നെക്സ്റ്റ് ക്വാണ്ടിറ്റി ഈസ് എനർജി. എനർജിയുടെ ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എനർജിയുടെ ഈക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. എനർജി ഈക്വൽസ് ½ mv². റൈറ്റ് സൈഡിലെ ഡയമെൻഷൻസ് എടുത്താൽ മതി. ½ mv² എന്നാണ്. ആദ്യത്തെ ടേം നോക്കി, ഹാഫ്. ഈ ഹാഫ് എന്ന് പറയുന്ന ടേമിന് മാസോ ലെങ്തോ ടൈമോ ഒന്നുമുള്ള ക്വാണ്ടിറ്റി അല്ല. സോ ഹാഫ് എന്ന് പറയുന്ന ടേം മാറ്റി വെക്കുക, ബാക്കി mv² എന്നെടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യുക. മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ. സോ ഡയമെൻഷൻസ് എങ്ങനെയായിരിക്കും വരിക? m ഇൻറ്റു L T raised to -1 the whole square. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് m L² T raised to -2 എന്നാണ്. ഓക്കെ, കിട്ടിയില്ലേ? എനർജിക്ക് വേറൊരു ഇക്വേഷൻ കൂടെ നിങ്ങൾക്ക് ഫെമിലിയറായ ഇക്വേഷൻ ഉണ്ടല്ലോ, എനർജി ഈക്വൽസ് mgh. നിങ്ങൾ ആ ഇക്വേഷൻ വെച്ചിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഇതേ ആൻസർ തന്നെയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് പിന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ക്വാണ്ടിറ്റി എഫിഷ്യൻസി. എഫിഷ്യൻസി എന്നത് എല്ലായ്പ്പോഴും ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള റേഷ്യോ ആണ്. സോ എഫിഷ്യൻസിയെ ഞാൻ ഇങ്ങനെ എഴുതുന്നു, ഔട്ട്പുട്ട് എനർജി ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എനർജി. ആ ഇക്വേഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡയമെൻഷൻസിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. ഔട്ട്പുട്ട് എനർജി ബൈ ഇൻപുട്ട് എനർജി. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നിങ്ങൾക്ക് എനർജിയാണുള്ളത്. എനർജിയുടെ ഡയമെൻഷൻസ് ക്യാൻസൽ ചെയ്യും ആൻഡ് യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് എഫിഷ്യൻസി ഓൾസോ ഈസ് ഡയമെൻഷൻലെസ്. നെക്സ്റ്റ് ഇസ് ടോർക്ക്. നിങ്ങളധികം കേട്ടിട്ടില്ലാത്ത ഒരു ടേമാണ് ടോർക്ക്. ഞാൻ ടോർക്കിൻ്റെ ഇക്വേഷൻ തരാം. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്.
ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷനിലേക്ക് ഫോഴ്സിൻ്റെയും ഡിസ്റ്റൻസിൻ്റെയും ഡയമെൻഷൻസ് അപ്ലൈ ചെയ്തിട്ട് ടോർക്കിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഫോം ചെയ്യിക്കുക. അപ്പോൾ ഇത്രയും ചെയ്തതിൽ നിന്നും ഒരു ഇക്വേഷൻ കിട്ടിയാൽ ആ ഇക്വേഷനിൽ നിന്നും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നൊരു ഐഡിയ എല്ലാവർക്കും ആയിട്ടുണ്ടാവുമല്ലോ. ഇനി ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിൻ്റെ ഇക്വേഷൻസും പറയാം. ആ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ആ പെർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് ഒന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഞാൻ ക്വാണ്ടിറ്റിയും ഇക്വേഷനും മാത്രം പറഞ്ഞു പോകാം. എന്നോടൊപ്പം നിങ്ങൾ അതൊന്ന് എഴുതി വയ്ക്കുക. അതിനുശേഷം പിന്നെ അത് ചെയ്തു നോക്കുക. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇക്വേഷൻ mass into square of distance. Next, stress. Equation for stress is force by area. ബാക്കി ഞാൻ പറയുന്നില്ല. ഫോഴ്സിൻ്റെയും ഏരിയയുടെയും ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ്, സ്ട്രെയിൻ. നമ്മുടെ ഓർഡിനറി ലാംഗ്വേജിൽ സ്ട്രെസ്സും സ്ട്രെയിനും നമ്മൾ ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഫിസിക്സിൽ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. സ്ട്രെയിൻ മീൻസ് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. എന്തായിരിക്കും സ്ട്രെയിനിൻ്റെ ഡയമെൻഷൻ എന്ന് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യും. നെക്സ്റ്റ് ക്വാണ്ടിറ്റി, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇതാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ റിലേഷൻ. Stress divided by strain. Next is frequency. ആവൃത്തി, ഫ്രീക്വൻസി. ഈ ഇക്വേഷൻ ഉപയോഗിച്ചോളൂ. വെലോസിറ്റി ഈക്വൽസ് ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. വി ഈക്വൽസ് എഫ് ലാംഡ. വളരെ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന ഇക്വേഷനാണ്. ഇതിൽ നിന്നും ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻസ് ഫോം ചെയ്യുക. നെക്സ്റ്റ്, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. ഇ ഈക്വൽസ് എച്ച് ന്യൂ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വരുന്ന ചാപ്റ്ററുകളിൽ കാണാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഓർക്കുക, ഇ ഈക്വൽസ് എച്ച് ന്യൂ. ഇ ഈസ് എനർജി, എച്ച് ഈസ് എ കോൺസ്റ്റൻറ്റ്. ആ കോൺസ്റ്റൻറ്റിൻ്റെ പേരാണ് ഈ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. ന്യൂ ഫ്രീക്വൻസി. ഈ ഇക്വേഷനിൽ നിന്നും എച്ച് എന്ന ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് ഡിറ്റർമിൻ ചെയ്യും. നെക്സ്റ്റ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അറിയാലോ. ഇക്വേഷൻ ഫോർ ദ ഫോഴ്സ് ഈസ് എഫ് ഈക്വൽസ് ജി ഇൻറ്റു m1 m2 ബൈ ആർ സ്ക്വയർ. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ യു വിൽ ഗെറ്റ് ജി ഈക്വൽസ് എഫ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 m2. ഇതിലേക്ക് ഡയമെൻഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഡിറ്റർമിൻ ചെയ്യും. നെക്സ്റ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി. ഇക്വേഷൻ force divided by mass. Next is gravitational potential. Equation is energy divided by mass. കഴിഞ്ഞില്ലേ? അടുത്തത് സർഫസ് ടെൻഷൻ, പ്രതലബലം, സർഫസ് ടെൻഷൻ. Equation is force divided by length. Next, surface energy. Surface energy equals energy divided by area. Next, coefficient of viscosity. അതിന് ഞാനൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എഫ് ഈക്വൽസ് ഈറ്റ എ ഡി വി ബൈ ഡി എക്സ്. ഇതിൽ എഫ് എന്നത് ഫോഴ്സാണ്, ഈറ്റയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, എ ഏരിയ, ഡി വി വെലോസിറ്റി, ഡി എക്സ് ഡിസ്റ്റൻസ്. ഇത്രയും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈറ്റയുടെ ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ഫോഴ്സ് കോൺസ്റ്റൻറ്റ്. Force constant equals force divided by elongation or force by extension. Next, energy density. Equation energy by volume.
നെക്സ്റ്റ് ഇസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ നോക്കൂ. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ബാക്കി ചെയ്ത് നോക്കുക. ട്രിഗണോമെട്രിക് റേഷ്യോ, സൈൻ, കോസ്, ടാൻ എന്നൊക്കെയുള്ള ട്രിഗണോമെട്രിക് റേഷ്യോ, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, നിങ്ങൾ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കൂ ട്രിഗണോമെട്രിക് റേഷ്യോയുടെ ഡയമെൻഷൻസ് എന്തായിരിക്കുമെന്ന്. നെക്സ്റ്റ് ലേറ്റൻറ്റ് ഹീറ്റ്. ലേറ്റൻറ്റ് ഹീറ്റ് ഇക്വേഷൻ ഹീറ്റ് എനർജി ഡിവൈഡഡ് ബൈ മാസ്. ഇത്രയും സമയം നമ്മൾ ചെയ്തത് മാസ്, ലെങ്ത്, ടൈം എന്ന 3 ബേസ് ക്വാണ്ടിറ്റീസ് മാത്രം ഉപയോഗിച്ചിട്ടാണ്. ഇനി നമുക്ക് ടെമ്പറേച്ചർ കൂടി ഉൾപ്പെട്ട 1-2 ക്വാണ്ടിറ്റീസ് കൂടി ചെയ്യാം. എഴുതൂ. സ്പെസിഫിക് ഹീറ്റ്. സ്പെസിഫിക് ഹീറ്റ് ഇക്വേഷൻ ഹീറ്റ് എനർജി ബൈ മാസ് ഇൻറ്റു ടെമ്പറേച്ചർ. ഇതിൻ്റെ ഫൈനൽ ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് L² T⁻², K⁻⁻1 എന്നായിരിക്കും. ഇവിടെ ഒരു K എന്ന ടേം കൂടി ഉണ്ടാവും. നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ക്വാണ്ടിറ്റീസിൻ്റെ കൂടി ഡയമെൻഷൻസ് നിങ്ങൾ കണ്ടെത്തണം. കണ്ടെത്തിയിട്ട് അപ്പോൾ ഏതെങ്കിലും ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുവെങ്കിൽ സ്കൂളിലെ ടീച്ചറുമായിട്ട് വിളിച്ച് അത് ഡിസ്കസ് ചെയ്യണം. ഈ എല്ലാ ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻസ് കണ്ടെത്താൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു വർക്ക് കൂടി ഇതിൻ്റെ ഒപ്പം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ ചെയ്ത് കിട്ടുന്ന ഡയമെൻഷൻസിൽ mL⁻⁻1 എന്നൊരു ഡയമെൻഷൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ. ഒന്നിലധികം ക്വാണ്ടിറ്റീസിനുണ്ടെന്ന് കാണാം. അത് മൊമെൻറ്റത്തിനുണ്ട്, ഇമ്പൾസിനുണ്ട്. അപ്പോൾ സെയിം ഡയമെൻഷൻസ് വരുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം കൂടി ഒരുമിച്ച് എഴുതുക. ആദ്യം mL⁻⁻1 എന്ന് എഴുതിയിട്ട് അതിന് താഴെ ഏതൊക്കെ ക്വാണ്ടിറ്റീസിനാണോ ഇതേ ഡയമെൻഷൻസ് ഉള്ളത് അതിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യുക. അതുപോലെ നോക്കുക വേറെ ഏതൊക്കെ ക്വാണ്ടിറ്റീസിന് സെയിം ഡയമെൻഷൻസ് വരും. അങ്ങനെ സെയിം ഡയമെൻഷൻസ് ഉള്ള എല്ലാ ക്വാണ്ടിറ്റീസിനെയും കൂടി ഗ്രൂപ്പ് ചെയ്തിട്ട് ആ ആൻസർ കൂടി നിങ്ങളുടെ സ്കൂളിലെ ഫിസിക്സ് പഠിപ്പിക്കുന്ന സാറിന് സബ്മിറ്റ് ചെയ്യണം. ഫിസിക്സിലെ വളരെ ബേസിക് ആയ ഒരു കോൺസെപ്റ്റാണ് ഈ കോൺസെപ്റ്റ് ഓഫ് ഡയമെൻഷൻസ് എന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഈ തന്ന എല്ലാ ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷൻസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഈ ഡയമെൻഷൻ അനാലിസിസിൻ്റെ യൂസും ഇതിൻ്റെ ആപ്ലിക്കേഷൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.